നമസ്കാരമുണ്ട്. ഇന്ന് പരിചയപ്പെടുത്തുന്നത് പാലോട് പെരിങ്ങമല ബ്രൈമൂർ റോഡിൽ 1 ഏക്കർ 24 സെൻറ്റും 2 ബെഡ്റൂമും കിച്ചണും ബാത്റൂമും കിണറും അടക്കമുള്ള ഒരു വാർത്ത കെട്ടിടവുമാണ്. നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ എങ്ങനെ എത്തിച്ചേരാമെന്ന് വിശദമായിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കാം. പാലോട് ടൗണിൽ നിന്ന് പെരിങ്ങമല ബ്രൈമൂർ റോഡിൽ അതല്ലെങ്കിൽ കോളേജ് റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബൗണ്ടറി ജംഗ്ഷനിൽ എത്തിച്ചേരാൻ കഴിയും. ബൗണ്ടറി ജംഗ്ഷൻ എന്ന് പറയുന്നത് പെരിങ്ങമല അഗ്രോ ഫാമിൽ പോകാനുള്ളതും ബ്രൈമൂർ റോഡും തിരിയുന്നത് ഇവിടെ നിന്നാണ്. നേരെ ബ്രൈമൂർ റോഡ് പിടിച്ച് 1.5 കിലോമീറ്റർ മുന്നോട്ട് വരുമ്പോൾ ഇടവം മുസ്ലിം ജമാഅത്തിൻ്റെ മുന്നിലെത്തും നമ്മൾ. അവിടെ നിന്ന് ഇടതേക്ക് തിരിഞ്ഞ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്ലാന്റേഷൻ വഴി 1 കിലോമീറ്റർ മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാൻ കഴിയുന്നതാണ്. ഇതാണ് പ്ലാന്റേഷൻ ചെയ്തിരിക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. അവിടെ വന്ന് നമ്മൾ ഇടത്തേക്ക് തിരിയാം. 1 കിലോമീറ്റർ വരുമ്പോൾ ഇടത്തേക്ക് തിരിയുമ്പോൾ ഇത് നമ്മുടെ അപ്രൂവ്ഡ് റോഡാണ്. ഇതിൽ ഉപയോഗിക്കാതെ കിടക്കുന്നത് കൊണ്ട് ആ വഴി കാട് പിടിച്ച് കിടക്കുന്നതാണ്. അവിടെ നിന്ന് ഒരു 40 മീറ്റർ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ നിർദ്ദിഷ്ട പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാൻ കഴിയും. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. 1 ഏക്കർ 24 സെൻറ്റും 2 ബെഡ്റൂം കിച്ചൺ മറ്റുള്ള ഫെസിലിറ്റീസ് ഉള്ള വീടും. അപ്പോൾ ഇതിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനിയും കുറച്ച് പണികൾ കംപ്ലീറ്റ് ആകാനുണ്ട്. ഇതിൻ്റെ ഓണർ വിദേശത്താണ്. അതുകൊണ്ട് പണി ഇനിയും കംപ്ലീറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ഒരു കോമൺ ബാത്റൂം, മറ്റു 2 ബെഡ്റൂം, കിച്ചൺ, മറ്റുള്ള ഫെസിലിറ്റീസ് എല്ലാം ഇതിലുണ്ട്. സെക്കൻഡ് ഫ്ലോറിലേക്ക് ഇനി കെട്ടി അതിനുള്ള പ്രൊവിഷൻ ഇവിടെ പണികൾ ഇട്ടിട്ടുണ്ട്. അവിടുത്തെ പണിയെല്ലാം കംപ്ലീറ്റായി. മറ്റുള്ള പണികളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യം ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ പുറകു സൈഡാണ് കാണുന്നത്. മൊത്തം വെട്ടുന്ന റബ്ബറാണുള്ളത്. അതുപോലെ തന്നെ ഈ വീട് നിൽക്കുന്ന ഭാഗം അല്പം ഉയർന്നു നിൽക്കുകയാണ്, മറ്റുള്ള ഭാഗം താഴ്ന്നു കിടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിലൂടെ ഒരു ചെറിയ കൈത്തോട് ഒഴുകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിലൂടെ പഞ്ചായത്ത് റോഡ് മറു സൈഡിൽ വന്ന് നിൽപ്പുണ്ട്. അതിങ്ങോട്ട് വരാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടിയെ ഏതാണ്ട് ഒരു 30 മീറ്റർ വ്യത്യാസത്തിലാണ് ബൗണ്ടറി മുക്കിൽ നിന്ന് അഗ്രോ ഫാമിലേക്ക് പോകുന്ന റോഡ്. നമ്മൾ ആദ്യം കണ്ടതുപോലെ ആ റോഡ് ഇതിൻ്റെ പുറകു സൈഡിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഇപ്പോഴും നടവഴി മാത്രമാണ് ഉള്ളത്. നമുക്ക് ഒരു 30 മീറ്റർ. അത് കുറച്ച് ഭാഗം കൂടെ നമുക്ക് വാങ്ങിച്ച് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റോഡ് അസസ് ഈ പ്രോപ്പർട്ടിയിലേക്ക് പുറകു സൈഡിൽ നിന്നുണ്ടായിരിക്കും. ഫ്രണ്ട് സൈഡിൽ ആൾറെഡി നമുക്ക് റോഡ് അസസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ നിലവിലുള്ള അവസ്ഥ. ഇതിൽ മൊത്തം വെട്ടുന്ന റബ്ബറാണ് ഇതിലുള്ളത്. റബ്ബർ മരങ്ങളാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പോസിബിലിറ്റി എന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത കാമ്പൗണ്ടിൽ മരം മുറിപ്പും മറ്റുള്ള എല്ലാം നടക്കുന്നുണ്ട്. അത് കോഴി ഫാം വരാനുള്ള ഒരു സാധ്യത ഇതിനു വേണ്ടി അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രോപ്പർട്ടി അഗ്രികൾച്ചർ ഉദ്ദേശത്തിന് നല്ലതാണ്. അല്ലെങ്കിൽ മൾട്ടി ഉദ്ദേശത്തോടു കൂടി നമുക്ക് ഫാം തുടങ്ങണമെങ്കിലും തുടങ്ങാം. പോത്ത് വളർത്തൽ, കോഴി വളർത്തൽ, മറ്റുള്ള കൃഷി ഇതെല്ലാം ഇവിടെ ചെയ്യാൻ കഴിയും. പിന്നെ ഇതിൽ നിൽക്കുന്നത് കൂടുതലും റബ്ബറാണ്. നമ്മുടെ ഈ ഇതിൻ്റെ പ്രോപ്പർട്ടിയുടെ ബാക്ക് സൈഡിൽ കാണുന്നത് ഇതെല്ലാം റബ്ബറാണ് ഇവിടെ കൂടുതലും വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ടാപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന റബ്ബറാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ പുറകു സൈഡിൽ നമ്മൾ ബൗണ്ടറി മുക്കിൽ കണ്ട അഗ്രോ ഫാമിലേക്ക് റോഡ് ഇതിൻ്റെ ജസ്റ്റ് ബാക്കിൽ കൂടെയാണ് പോകുന്നത്. നമ്മൾക്ക് 30 മീറ്റർ വ്യത്യാസത്തിൽ നടവഴി മാത്രമേ ഉള്ളൂ. അതിനോട് അല്പം കൂടെ വാങ്ങിച്ച് ചേർത്ത് ഇനി റോഡ് അസസ് ആക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അഗ്രോ ഫാമിൽ പോകാനുള്ള വഴി ഇതിലേക്ക് ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് ഇതിൽ അസസ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഈ റോഡ്. ഈ പ്രോപ്പർട്ടി വന്ന് കാണാനും അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാനും ആഗ്രഹിക്കുന്നവർ ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കുക. പ്രോപ്പർട്ടി കാണാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.
you.